അപ്പോൾ നമ്മുടെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ലല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം പുറത്ത് നടക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആവുകയും ഇച്ചി ആവുകയും തുടർന്ന് റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് മാമ-എർത്തിന്റെ അലോ ജെന്റിൽ ഫേസ് വാഷ്. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേരയുടെയും ഗ്ലിസറിന്റെയും ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ക്ലെൻസ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുന്നതാണ്. അലർജൻ ഫ്രീയും നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ തരം സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ, പെർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ മാമ-എർത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഇത് അവൈലബിൾ ആണ്. ഭാഗ്യൻ 2024 എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൂടി അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ താഴത്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നെ ഈ കൊലത്തി കണ്ടിട്ട് ഞെട്ടുണ്ട്. ഞാൻ ഒരു സർജറിക്ക് മുമ്പ് ഉള്ള പരിവായത് എന്താണ് സർജറി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സംഭവം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്കാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും നല്ല വയറുവേദന. ഞാൻ ഓർത്ത് എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആയിരിക്കും. ഒരു 2 സ്ലൈസ് പിസയും പിന്നൊരു മിൽക്ക് ഷേക്കുമാണ് കുടിച്ചത്. അപ്പോൾ മിൽക്ക് ഷേക്ക് കുടിച്ചതിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടന്ന് ദീക്ഷിത്ത് വന്നപ്പോൾ അവൻ്റെ കുറച്ച് ജലൂസിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിച്ച് നോക്കി. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. പിന്നെ കുറേ ഇഞ്ചി അത് ഇതൊക്കെ എല്ലായിടത്തും കഴിച്ചു, ഒരു കുറവുമില്ല. പിന്നെ ആ കഴിച്ചതെല്ലാം ഞാൻ വായിൽ വിരലിട്ട് മൊത്തം ഛർദ്ദിച്ച് കളഞ്ഞു. എന്നിട്ടും ഒരു കുറവില്ല. ലാസ്റ്റ് രാത്രി ഒരു 8-9 മണിയായപ്പോൾ നമ്മുടെ വീട്ടിൽ ജോബിക്ക് കാറുണ്ട്. അപ്പം ജോബിനെ വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ റെക്സാളിൻ്റെ ഡ്രഗ് സ്റ്റോറിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ മരുന്ന് തരത്തില്ല. നിങ്ങൾ ഗ്യാസ് അസിഡിറ്റി അങ്ങനെയുള്ള പരിപാടിക്ക് മാത്രമേ ഇവിടുന്ന് മരുന്ന് കൊടുക്കുകയുള്ളൂ. അതൊന്നും അല്ലെന്ന് മനസ്സിലായില്ലേ, നിങ്ങൾ നേരെ വിട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. നേരെ ഗൾഫ് ജനറൽ ഹോസ്പിറ്റലിൽ വരാൻ നേരത്തെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നല്ല വയറുവേദന. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് കുറേ നേരം എമർജൻസി ആയിട്ട് വന്നാലും കുറേ നേരം കാത്തിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഡോക്ടറിനെ കാണണമെങ്കിൽ ഇന്നലെ ഞാൻ രാത്രി 8 മണിക്ക് വന്നിട്ട് ഞാൻ ഡോക്ടറിനെ ഇന്ന് രാവിലെ 7 മണിയായപ്പോഴാണ് കണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കണക്കില്ല. ഡോക്ടർമാർ മാത്രമല്ല, ഇവിടെ നേഴ്സുമാർക്ക് മരുന്ന് തരാനും അങ്ങനെയുള്ള കുറച്ച് നാട്ടിലെ നേഴ്സുമാരെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നേഴ്സുമാർ. ഞാൻ വന്നപ്പോഴേ ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്ത് ഒരു നേഴ്സിൻ്റെക്ക് കൊണ്ടുപോയി നേഴ്സിൻ്റെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിട്ടു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വിട്ടു, ഒരു ECG എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മരുന്ന് തന്നു. ആ മരുന്ന് തന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറുവേദന ഇച്ചിരി കുറഞ്ഞു. എന്നിട്ട് രാവിലെ എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടറിനെ കാണാൻ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ദീക്ഷിത പുറത്താണ് വെയിറ്റ് ചെയ്തത്, എൻ്റെ കൂടെ അകത്തല്ല. ലാസ്റ്റ് അവനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ വീറ്റ് ചെയ്യണ്ട, എന്തായാലും ഇത്ര ആയില്ല, നീ വീട്ടിൽ പോക്കോ. അവനിന്ന് രാവിലെ വർക്കുണ്ടായിരുന്നു. അവനങ്ങനെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് എന്നെ എമർജൻസി സെക്ഷനിൽ നിന്ന് വേറൊരു ലെവൽ 3 അങ്ങനെ കണ്ടല്ലേ നീ എന്നോട് വന്ന് പറഞ്ഞു. ഫ്ലോറാണ് ലെവൽ 1, 2, 3. ഓക്കെ. വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുത്തി. അവിടെ സീറ്റഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സീറ്റിലും ഓരോ പേഷ്യൻസ് ആയിരിക്കുന്നത്. ഡോക്ടർമാരിങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ കുറിച്ചെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്തു. നേരെ വന്നൊരു CT സ്കാൻ ചെയ്തു. CT സ്കാൻ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് റിസൾട്ട് നോക്കി നേരെ സർജറി ചെയ്തു. ഇപ്പം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ സർജറിക്ക് മുന്നോടിയായിട്ട് വന്ന് കിടക്കുകയാണ് ഞാനിപ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. കയ്യിൽ കുറച്ച് IV ഇട്ട് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ചായ, കാപ്പി, പഴംപൊരി എല്ലാം ഒന്ന് നേഴ്സ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എനിക്കാണ് നല്ല വിശപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ നേരത്തൊക്കെ ചെറിയ വേദനയുണ്ട്, എന്നാലും വിശപ്പാണ് കൂടുതൽ. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, നല്ല സങ്കടമുണ്ട്. അപ്പം ഇനി സർജറി ഗൈസ്, എന്തോ മാരകമായ അസുഖം വന്ന് വയ്യാണ്ടിരിക്കുന്ന പോലെ എന്നെ കാണാൻ വേണ്ടി ഒരുത്തം വന്നിട്ടുണ്ട്. ക്യാമറ നമസ്കാരം. ഞങ്ങൾ 3 പേരും കൂടെ മിനിമിലിറ്റി കളിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട്
അപ്പോൾ നമ്മുടെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച കണക്കൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. സർജറിക്ക് അവിടെ ചെന്നു. ആദ്യം പേടിയൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് ഇവർ വീണ്ടും എന്തോ റിസ്ക് ഉള്ള കണക്കൊക്കെ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ തോന്നി. അപ്പം ഓർത്ത് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയത്. പിന്നെ പെട്ടെന്നായിരുന്നില്ല. അവരെൻ്റെ ഈ IV ഇട്ടിരിക്കുന്നതിൽ കൂടെ തന്നെ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തരുന്നതിനോടൊപ്പം കുറച്ച് ഓക്സിജൻ മാസ്ക് എൻ്റെ മുഖത്തേക്ക് വെച്ച്. അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് എനിക്കൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കിടന്നു പോയാൽ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. പിന്നെ ഇന്ന് രാവിലെയായി. അവന്മാരെല്ലാവരും ഇന്നലെ രാത്രിയായപ്പോഴേക്ക് വന്നിട്ട് പോയി. പിന്നെ സാം വന്നിരുന്ന്, ബാബുജി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ വേറെ വന്ന് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവന്മാരുടെ ഒരു ഒരു സന്തോഷത്തിന് ഇവിടെ വന്നു. പിന്നെ സാം നമ്മുടെ ഗൾഫിൽ നിന്ന് വേറെ ബെറിയിലേക്ക് പോവുകയെന്ന് പറയുന്നതായിട്ട്. ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് നേഴ്സുമാർ കൊണ്ടുവന്ന ഫുഡെല്ലാം തന്നു. ഫുഡെല്ലാം ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടോ. ഇത് ഓട്സ് മെയിലായിരുന്നു, പിന്നെ ഒരു കോഫി ഉണ്ടായിരുന്നു, കുറച്ച് മിൽക്ക്, പിന്നൊരു ആപ്പിൾ ജ്യൂസും, പിന്നൊരു യോഗേട്ടും. ഇത്രയും സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് എഴുന്നേക്കാൻ നേരത്തും ഇരിക്കാൻ നേരത്തൊക്കെ ഒരു വേദനയുണ്ട്. ഇവിടെ 3 സ്ഥലത്ത് ചെറിയ കീ ഹോൾസ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാത്റൂമിൽ പോകാൻ നേരത്തൊക്കെ ചെറിയൊരു വേദനയുണ്ട്. രാവിലെ വരെ അവർ IV തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഒന്ന് IV ഒക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ എല്ലാ ഫുഡും കഴിക്കാം. ഡോക്ടർ വന്നിട്ട് 4 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഫുഡ് കഴിച്ച് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. ഇതായിരുന്നു എൻ്റെ സർജറി. ഇപ്പോൾ കാഴ്ച നമുക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പിന്നെ കുറച്ച് മരുന്ന് വാങ്ങാനുള്ള പ്രിസ്ക്രിപ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നടക്കാൻ ചെറിയൊരു പെയിനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നവീനെ വിളിച്ചിട്ടുണ്ട്. നവീൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവനുമായിട്ട് വന്ന് ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വെച്ച്. പോകുന്നതിന് മുമ്പായിട്ടൊരു ലഞ്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാൻഡ്വിച്ചും ഒരു ടൊമാറ്റോ സൂപ്പും പിന്നെ ഒരു പുഡിങ്ങും പിന്നെന്തോ ഒരു കോക്ടെയിൽ, എന്തോ ഒരു ജ്യൂസാന്ന് തോന്നുന്നു, ക്രാൻബെറി. അപ്പോൾ അത്രയും സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചൂടാ. ന്യൂമാർ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും, ശ്രീരാജും നവീനും. എടാ ഒന്ന് എണീറ്റ് വന്നേടാ, ഒന്ന് എണീറ്റ് വന്നേടാ, ഒന്ന് എണീറ്റ് വന്നേടാ. എടാ ഒന്ന് എണീക്ക്. നീ ഒന്ന് എണീറ്റ് വന്നേടാ.